നമസ്കാരം. പശ്ചിമേഷ്യൻ യുദ്ധത്തിന് തീർപ്പുണ്ടാക്കുന്നതിനായി ചേർന്ന ആദ്യഘട്ട ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ വീണ്ടും ചർച്ച എന്ന അതേ നാണവുമായി അമേരിക്ക വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. ഇത്തവണ ഇറാന് മുന്നിൽ വമ്പൻ ഓഫറാണ് അമേരിക്ക തുറന്നിട്ടിരിക്കുന്നത്. അതായത് അമേരിക്കയുടെ പ്രധാന ആവശ്യമായ ആണവായുധം നിർമ്മിക്കൽ ഇറാൻ ഉപേക്ഷിക്കണം. ഈ കാര്യത്തിൽ തീരുമാനം ആകാതായതോടെയാണ് ആദ്യഘട്ട ചർച്ച അലസിപ്പിരിഞ്ഞത്. എന്നാൽ ചർച്ച പരാജയപ്പെടാൻ കാരണം ഇസ്രയേൽ ആണ് എന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. കാരണം ചർച്ചകൾ നടക്കുന്നതിനിടയിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഫോൺ കോൾ എത്തിയിരുന്നുവെന്നും ഇതിന് പിന്നാലെ അമേരിക്കയുടെ നിലപാടുകൾ അപ്പാടെ മാറിമറിയുകയായിരുന്നു. തുടർന്ന് ചർച്ചകൾ പരാജയപ്പെട്ടതോടെ വാൻസ് തിരികെ അമേരിക്കയിലേക്ക് പോകുകയായിരുന്നു. തുടർന്ന് വീണ്ടും യുദ്ധം നിർത്തുന്നതിനായുള്ള ചർച്ചകൾ തുടങ്ങുകയായിരുന്നു. എന്തായാലും ഇത്തവണത്തെ ചർച്ചയിൽ ഇറാനു മുന്നിൽ ഓഫറുമായാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് എത്തിയത്. ആണവ പദ്ധതി ഉപേക്ഷിച്ചാൽ വൻ നേട്ടങ്ങൾ ഇറാൻ ജനതയെ കാത്തിരിക്കുന്നു എന്നാണ് പ്രതികരണം. പരസ്പരമുള്ള അവിശ്വാസത്തെ മാറ്റിയെടുക്കാമെന്നും സംഘർഷം പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നാണ് JD വാൻസ് പ്രതികരിച്ചത്. അതിനിടെ ഇറാനുമായി വീണ്ടും സമാധാന ചർച്ചയ്ക്ക് അമേരിക്ക തീരുമാനിച്ചിട്ടുണ്ട്. ഈ ആഴ്ച ചർച്ച പുനരാരംഭിക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. അമേരിക്ക ഇറാൻ സംഘങ്ങൾ വീണ്ടും പാകിസ്ഥാനിലെത്തും. ഇറാനിലേക്കും തിരിച്ചുമുള്ള കപ്പലുകൾക്കും അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം തുടരുന്നതിനിടെ തന്നെയാണ് വീണ്ടും ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ ആഴമേറിയ അവിശ്വാസം ഒറ്റ രാത്രി കൊണ്ട് പരിഹരിക്കാനാകില്ല എങ്കിലും ചർച്ചകൾ ശരിയായ ദിശയിലാണ് എന്നാണ് വാൻസിന്റെ പക്ഷം. അതിനിടയിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇസ്രയേലും ലെബനനും തമ്മിലുള്ള നേരിട്ട നയതന്ത്ര ചർച്ചകൾ വാഷിംഗ്ടണിൽ നടന്നു. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ സാന്നിധ്യത്തിലായിരുന്നു ഇസ്രയേൽ ലെബനൻ അംബാസഡർമാർ കൂടിക്കാഴ്ച നടത്തിയത്. തുടർ ചർച്ചകൾ ധാരണയായിട്ടുണ്ട് എന്നും ഒരു വശത്ത് ചർച്ചകൾ നടക്കുമ്പോഴും ദക്ഷിണ ലെബനിലെ ഇസ്രയേൽ ആക്രമണം തുടരുകയായിരുന്നു. ഹിസ്ബുള്ളയുമായി വെടിനിർത്തൽ ചർച്ചയ്ക്കില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാട്. അതിനിടയിൽ ഹോർമുസിലെ ഉപരോധം ന്യായീകരിച്ച് ട്രംപ് വീണ്ടും രംഗത്തെത്തിയിരുന്നു. ഇന്ത്യ അടക്കം എല്ലാ രാജ്യങ്ങളെയും സഹായിക്കാനാണ് ശ്രമമെന്നും നരേന്ദ്രമോദിയോട് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യക്കും US-നും ഇടയിൽ വരും ദിവസങ്ങൾ പ്രധാന ധാരണകൾ ഒപ്പുവെക്കുമെന്നാണ് ട്രംപിന്റെ നിലപാട്. എന്തായാലും ഊർജ്ജ രംഗത്തുൾപ്പെടെയുള്ള സുപ്രധാന ഉടമ്പടികൾ ഉണ്ടാകുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്.